നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതു വലതു മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത് CPM-ന് ഏണിയാകുന്നു. കിട്ടുന്ന വേദികളിലെല്ലാം വെള്ളാപ്പള്ളി ഇത് ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ മുസ്ലിങ്ങളുടെ കയ്യിലെ കളിപ്പാവയാണെന്ന് ആക്ഷേപിക്കുകയാണ് അദ്ദേഹം. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന BJPക്ക് കേരളത്തിൽ വളരാൻ വഴിവെട്ടുകയാണ്. ഇതുവരെ പിണറായി വിജയന്റെ മൂട് താങ്ങി നടന്ന വെള്ളാപ്പള്ളി പെട്ടെന്ന് മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ ആരോപണം മുസ്ലിം സംഘടനകളെ ചൊടിപ്പിക്കുന്നു. സൈബർ ഗ്രൂപ്പുകളിൽ വലിയ വിമർശനം. എന്തോ കണക്ക് കൂട്ടിയാണ് വെള്ളാപ്പള്ളി കളത്തിലിറങ്ങിയിരിക്കുന്നത്. മന്ത്രി റിയാസിനെ നേരിട്ട് അടിക്കുകയും കൂടിയാണ് വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇടതു വലതു മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന വിമർശനവും വെള്ളാപ്പള്ളി SNDP മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ ആവർത്തിച്ചു. മതേതര മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണ്. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDF 2 മുസ്ലിങ്ങളെയും UDF 1 ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് താൻ ചെയ്ത പാതകമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഇടത് വലത് മുന്നണികൾക്കെതിരെ തിരിഞ്ഞ വെള്ളാപ്പള്ളി നിലപാട് കടുപ്പിക്കുകയാണ് യോഗനാഥത്തിന്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ വന്ന മുഖപ്രസംഗത്തിൽ. ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. എറണാകുളത്ത് KJ ഷൈനിനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് മതേതരരാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ അവർക്കൊപ്പം നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ CPM-ഉം CPI-യും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിച്ചു. എന്നിട്ടും പഠിക്കാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ. ചില മുസ്ലിം നേതാക്കൾ എനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പ്രസ്താവന നടത്തിയത് ഖേദകരമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായി പോയി. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കണം. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറുപ്പ് ചീട്ട്. ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും സഹിക്കാനാകാതെ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ BJPയെ രക്ഷകരായി കണ്ടു. തെറ്റ് തിരുത്താതെയാണ് മുന്നണികൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ നാളെ ഹൈന്ദവരും പ്രത്യേകിച്ച് പിന്നാക്ക പട്ടിക വിഭാഗങ്ങളും ക്രൈസ്തവരുടെ പാത പിന്തുടരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ CPM-ഉം CPI-യും ന്യൂനപക്ഷ പ്രീണനത്തിനായാണ് ബലികഴിച്ചത്. എനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പറഞ്ഞ മുസ്ലിം നേതാക്കൾ സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ സൗമ്യ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. മറ്റു മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെ നേതൃത്വവും ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിലെ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാകാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് വെള്ളാപ്പള്ളി ഈ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വലിയ ഒരു ഏണിയാണ്, 8ന്റെ പണിയാണ് വെള്ളാപ്പള്ളി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തപ്പിയും തടഞ്ഞും ഒഴുകി മാറിയും തെന്നി മാറിയുമൊക്കെ ഈ സർക്കാരിന്റെ കാലാവധി ഒന്ന് പൂർത്തിയാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിനിടയിൽ കൂടിയാണ് ഇതുപോലത്തെ ഓരോ പണിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി കുറേ ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി മുസ്ലിം പ്രീണനം നടത്തുന്നു, മുസ്ലിങ്ങളെയാണ് കൊണ്ടു നടക്കുന്നത്, മുസ്ലിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു, മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയെ കയ്യിലെടുത്ത് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു തുടങ്ങിയ വലിയ ആരോപണമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്.